എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് സ്കൂളിലോട്ട് നമ്മൾ സാധനം വാങ്ങിച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വീട്ടിൽ വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ 3 പേരെയും കൊണ്ട് കടയിൽ പോയതുകൊണ്ട് കുട്ടികളെ നോക്കാനുള്ളൊരു സമയമുള്ളൂ. ആ ഒരു സമയത്ത് എനിക്ക് ഓരോന്നോരോന്ന് എടുക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ വന്ന് നമുക്ക് സാവകാശം എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലോട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്കത് അതുകൂടെ വാങ്ങിക്കാമായിരുന്നു എന്ന് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കുട്ടികൾക്ക് 3 പേർക്കും കൂടെ വാങ്ങിച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബാഗാണ് കാണിക്കുന്നത്. ഇത് ഒരു സ്പൈഡർമാൻ്റെ ബാഗാണ്. ഇത് GMO വാങ്ങിച്ചിട്ടുള്ള ബാഗാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഒരു ബാഗ് മോഡൽ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവളുടെ ബാഗ്. പിന്നെ ഇത് കുഞ്ഞിൻ്റെ ബാഗാണ്, യൂണിക്കോൺ ബാഗ്. പിന്നെ BMO എടുത്ത ബാഗാണ് ആദ്യം കണ്ടത് കേട്ടോ. ഒരു പിങ്ക് കളറിൽ ഒരു ചെറിയ പൂക്കളുടെ ഡിസൈനുള്ള സ്കൂബിഡയുടെ ബാഗാണ്. ഈ 3 ബാഗ് അവർ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള ബാഗാണ്. ഈ ഒരു ബാഗ് എനിക്ക് പിന്നെ ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ബാക്കി 2 അവരുടെ ഇഷ്ടത്തിന് എടുത്ത ബാഗാണ്. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുതെന്ന് ഓർത്തിട്ട് ഞാൻ അവരുടെ ഇഷ്ടത്തിന് തന്നെ ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാനാണല്ലോ നമ്മൾ ബാഗൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോയത്. പിന്നെ നെയിം സ്ലിപ്പൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു ഞാൻ എഴുതിയൊക്കെ വെച്ചെങ്കിലും നമ്മൾ കയറിയ കടയിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അവർ ഒരുപാട് നെയിം സ്ലിപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് നെയിം സ്ലിപ്പൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മുടെ പുസ്തകമൊക്കെ പൊതിയുന്ന പേപ്പറുകൾ 3 പേർക്ക് 3 കളർ പേപ്പേഴ്സ് വേണം എന്ന് ഓർത്തിട്ട് ഞാൻ 3 പേർക്ക് 3 രീതിയിലാണ് വാങ്ങിച്ചത്. എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ നിന്നാണെങ്കിൽ പുസ്തകവും ബുക്കും അതേപോലെ പൊതിയേണ്ട പേപ്പറുകൾ, നെയിം സ്ലിപ്പ് എല്ലാം സ്കൂളിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് കുഞ്ഞിനുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. BMOക്കും GMOക്കും ഉള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ എന്തെങ്കിലും കുപ്പിയൊക്കെ ആണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ കുപ്പിയൊക്കെ കൊണ്ടുപോകാമായിരുന്നു. ഈ പ്രാവശ്യം സ്റ്റീലിൻ്റെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് ടീച്ചർമാർ വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുപ്പിയും അതെല്ലാം വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഞാൻ പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് ഇതേപോലത്തെ ഒരു ബോക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ 2 സെറ്റ് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞാണെങ്കിൽ എപ്പോഴും പെൻസിലൊക്കെ കൊണ്ട് കളയും. അതുകൊണ്ട് 2 സെറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും വാങ്ങിക്കണ്ടല്ലോ. അപ്പം 2 സെറ്റ് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ബോക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ പെൻസിലാണെങ്കിലും എല്ലാ സാധനങ്ങളും ക്രയോൺസ് എല്ലാം വെക്കാൻ പറ്റും. പിന്നെ പൗച്ച് അവരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ്. എനിക്ക് ബോക്സ് വാങ്ങിക്കണം എന്നായിരുന്നു ഇഷ്ടം. പക്ഷേ കുട്ടികളുടെ ഇഷ്ടമല്ലേ, അവർക്ക് പൗച്ച് വേണം എന്നായിരുന്നു. കാരണം വേറെയുള്ള കുട്ടികളൊക്കെ പൗച്ച് കൊണ്ടുവരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ വാങ്ങിച്ച സ്റ്റീൽ വാട്ടർ ബോട്ടിൽ ഇതാണ്. കാണുമ്പോൾ സ്റ്റീലായിട്ട് തോന്നത്തില്ലെങ്കിലും ഉള്ളിൽ സ്റ്റീലാണേ. അപ്പോൾ ഞാനത് കാണിക്കാം. ഈ വാട്ടർ ബോട്ടിലിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടാണ് GMOക്കും അതുപോലെ കുഞ്ഞിനും വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കുഞ്ഞിൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ BMOയുടെ വാട്ടർ ബോട്ടിൽ വരുന്നത് ഒരു പിങ്കാണ്. അതേപോലെ GMOയുടെ വാട്ടർ ബോട്ടിൽ ഒരു ബ്ലൂ ആണ് വരുന്നത്. അപ്പം BMOക്ക് ഇഷ്ടമുള്ള കളറ് പിങ്കും GMOക്ക് ബ്ലൂ കളറും ഒക്കെയാണ് ഇഷ്ടം. കുഞ്ഞിന് പിന്നെ അങ്ങനെയൊന്നും ഇല്ല, ഏത് കിട്ടിയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ അവൾക്ക് ബാഗാണെങ്കിലും കുപ്പിയാണെങ്കിലും എല്ലാം സ്പൈഡർമാൻ്റെ വേണം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ബാറ്റ്മാൻ. ഞാൻ പറഞ്ഞ ബോയ്സാണ് കൂടുതലും സ്പൈഡർമാന് ബാറ്റ്മാനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കത്തില്ല. അപ്പോൾ അവളുടെ ഇഷ്ടമല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ സ്റ്റാപ്ലർ പിന്ന്, പിന്നെ മൈക്രോ റബ്ബർ കണ്ടോ, വീല് പോലെ ഇരിക്കുന്ന മൈക്രോ റബ്ബർ. എന്ത് ചെയ്താൽ സാധാ മൈക്രോ റബ്ബർ വേണ്ട, ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. നമ്മൾ പിന്നെ അത് തന്നെ വാങ്ങിച്ചു കൊടുത്തു. അത് 3 വാങ്ങിച്ചു. പിന്നെ സ്കെയിൽ 3 വാങ്ങിച്ചു. പിന്നെ അത്യാവശ്യം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വേണ്ടത് ഈ പേൻ ജീപ്പൊക്കെ ആണല്ലോ. കാരണം സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ തലയിൽ പേനൊക്കെ വരും. അപ്പം വീട്ടിലത്തെ പേൻ ജീപ്പ് ചെറുതായിട്ടൊന്ന് എൻ്റെ പല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പേൻ ജീപ്പ് വാങ്ങിച്ചു. ആ കൂട്ടത്തിലൊരു ചീപ്പ്, നമ്മുടെ വീട്ടിലെ ചീപ്പില്ലാഞ്ഞിട്ടല്ല, ആ ചീപ്പ് വെച്ച് ഇരുവാണെങ്കിൽ പിള്ളേരുടെ തല അത്ര വേദനിക്കത്തില്ല കേട്ടോ. ഇവർക്ക് ഞാൻ എപ്പോഴും തല ഇരുമ്പോൾ വേദനയാന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ചീപ്പ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ബുഷുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ഇവർക്ക് വെള്ള ബുഷ്, വെള്ള റായൊക്കെ വേണം.
പിന്നെ ഇവർക്ക് എന്നാ ബാഗിൽ തൂക്കിടാൻ കീ ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തന്നെയാണ് വേറെ പപ്പാനെ കൂട്ടിക്കൊണ്ട് പോയി കീ ചെയിനൊക്കെ എടുത്ത് യൂണിക്കോൺ ആണെന്നും പറഞ്ഞിട്ട് കുതിരയുടെ കീ ചെയിനൊക്കെ എടുത്തിട്ട് വന്നു. ഞാൻ പിന്നെ എനിക്കായിട്ടൊരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാപ്ലറിൻ്റെ പിന്നൊക്കെ വാങ്ങിച്ച് ഞാനത് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ക്രയോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. GMOക്കും BMOക്കും ആണ് ക്രയോൺസ് വാങ്ങിച്ചത്. BMOളാണ് ആ വലിയ ക്രയോൺസ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം കുഞ്ഞിനാണെങ്കിൽ സ്കൂളിൽ നിന്ന് പുസ്തകമൊക്കെ കിട്ടുന്ന കൂട്ടത്തിൽ ബൈൻഡ് പേപ്പർ, അതേപോലെ നെയിം സ്ലിപ്പ്, ക്രയോൺസൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ GMOക്കും BMOക്കും ഉള്ള എല്ലാ ബുക്സും വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ബുക്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവർ പഠിക്കുന്ന ഒരേ സ്കൂളിലൊക്കെ തന്നെയാണ്, പക്ഷേ LKG UKG വേറൊരു സെക്ഷനും 1 തൊട്ട് 4 വരെ വേറെ ഒരു സ്കൂൾ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് അപ്പം LKG UKGയിലുള്ളവർക്ക് പുസ്തകവും ബുക്കും ബൈൻഡ് പേപ്പറും എല്ലാം അവിടുന്ന് തന്നെ കിട്ടും. പിന്നെ ഞാൻ മേടിച്ചത് ലഞ്ച് ബോക്സാണ്. ലഞ്ച് ബോക്സ് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് പഴയത് ഇരിപ്പുണ്ട്. അപ്പം എന്നാലും പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇനി മുതൽ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ ഇടണമെന്ന്. ഞാൻ പണ്ട് ഇടുമായിരുന്നു, അപ്പോൾ നല്ല വ്യൂസും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നോട് ലഞ്ച് ബോക്സ് വീഡിയോ എന്ന് ഇടണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇനി ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ ഇടാമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല 3 ലഞ്ച് ബോക്സും മേടിച്ചത് മിൽട്ടൻ്റെ ലഞ്ച് ബോക്സാണ്. ഇതിൻ്റെയൊക്കെ വില ഞാൻ കാണിക്കാവേ. അപ്പം ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ട്. അത് 3 കളറാണ്. അതേപോലെ പിങ്ക്, ഗ്രീന്, ബ്ലൂ, അങ്ങനത്തെ 3 കളറാണ് മേടിച്ചിട്ടുള്ളത്. കറിപ്പാത്രമാണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ നല്ല സ്റ്റീലാണ്. അത്യാവശ്യം മുട്ടക്കറിയോ എന്താണെങ്കിലും നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടത് വെക്കാനുള്ള ആ ഒരു സ്പേസ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മേടിച്ചത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ഡിസൈനൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചിരണ്ടിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 850 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലിന് വരുന്നത് 400 സംതിങ് രൂപയാണ്. പിന്നെ ഈ ഒരു പൗച്ച് ഇതിന്ന് ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഇപ്പം എന്നാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇപ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ല. അകമൊക്കെ നല്ല വേറൊരു ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് അകം ഉള്ളത്. പിന്നെ ഒരു പഞ്ഞിയൊക്കെ അകത്തുണ്ടായിരുന്നു. പിന്നെ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ലൊരു പർപ്പിൾ കളറിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ക്ലേയും പിന്നെ മറ്റേ സ്ലൈമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അപ്പം അവരത് ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് കാണിക്കുവാണേ. പിന്നെ ഇത് കണ്ടില്ലേ, വെള്ള ബുഷ്, അവർക്ക് വെള്ള റായും വെള്ള ബുഷൊക്കെ വേണം വെക്കാനേ. അപ്പം സാധാരണ ഇവർ വെക്കത്തില്ല, ഇവർക്ക് ചെവിയുടെ പുറകിൽ വേന വരുമെന്നും പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് വെള്ള ബുഷ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. വേറെ 1-2 ബുഷും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ള ബുഷ് അത്ര ഒരു പെർഫെക്ഷൻ ഇല്ല തയ്ച്ചിട്ടുള്ളതിന്. അപ്പം നമ്മൾ എത്രയും രൂപയൊക്കെ കൊടുത്ത് മേടിക്കുമ്പം ഒരു പെർഫെക്ഷൻ ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് ഇതുപോലത്തെ മെറ്റീരിയൽ തുണിയൊക്കെ മേടിച്ചാൽ നമുക്ക് തന്നെ പെട്ടെന്ന് ബുഷുകളൊക്കെ തയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ, കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും. അപ്പം നിങ്ങൾക്ക് ഈ ബാഗ് സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തിൻ്റെയെങ്കിലും പ്രൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുതേ. നിങ്ങളും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രാവശ്യവും നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നൊക്കെ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.